ഗൈസ് ദാ ഇപ്പൊ കുറച്ച് മുന്നേ ഞാൻ ലോക ചാപ്റ്റർ 1 ട്രെയിലർ കണ്ടു. കീട്ടില്ല സാധനം, ഒരു രക്ഷയില്ലാത്ത DOP. ഞാൻ അത് കണ്ടപ്പോ ആ കളറും ആ മൂഡും ഉണ്ടല്ലോ, അതിന്റെ DOP സൂപ്പർ കേട്ടാ, കിട്ടില്ല. നിമിഷ രൂപയാണ് DOP. എന്റെ അമ്മ ഒരു രക്ഷയില്ല, കീടില്ല മൂഡ്. ആ കളർ ഞാൻ മറ്റേ നമ്മളെ ഹോളിവുഡ് സ്റ്റൈലിലൊക്കെ സിനിമകളിലൊക്കെ കാണുന്ന ടൈപ്പ് ഓഫ് ഒരു പ്രോപ്പർ ഒരു മലയാള സിനിമയിൽ എനിക്ക് തോന്നുന്നു ഇതായിരിക്കും ഫസ്റ്റ് വന്നേക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ ഇതിന്റെ മുന്നേ ഞാൻ ഓർക്കുന്നില്ല വേറെ സിനിമകൾ ഉണ്ടോ എന്ന് വെച്ചാൽ. നമ്മളിപ്പോൾ മിന്നൽ മുരളിയൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിലും ആ ഒരു ലെവലിലല്ല. നല്ല കളർ ഗ്രേഡിങ്ങൊക്കെയാണ് അതിനകത്ത് ചെയ്തിട്ടുള്ളത്, ലിമിറ്റഡ് ആണ്. പക്ഷേ ഇത് അത്യാവശ്യം നല്ല രീതിക്ക് ചെയ്തിട്ടുണ്ട്. ദുൽഖറാണ്, വേഫർ ഫിലിംസ് ആണ് കൊണ്ടുവന്നേക്കുന്നത്. അത്യാവശ്യം നല്ല പൈസയൊക്കെ മുതലാക്കിയായിരിക്കും ചെയ്തേക്കുന്നത്. ഇതൊരു യൂണിവേഴ്സ് ആണെന്ന് തോന്നുന്നു കണ്ടിട്ട്. ഐ മീൻ ലൈക്ക് ഇനി വേറെ ക്യാരക്ടേഴ്സിന് ഇൻട്രൊഡ്യൂസ് ചെയ്യാനുണ്ട്. ഒരു വൈബ്, അതായത് ഒരു മറ്റേ നമ്മൾ ആമസോണിൽ വണ്ടർ വുമനെയൊക്കെ പോലത്തെ വേറൊരു ആമസോണിൽ നിന്ന് ലൈക്ക് സിമിലർ അതുപോലെ അല്ല എങ്കിലും ആ ഒരു വൈബ് അടിച്ചു എനിക്ക്. അവരുടെ ഒരു വേറൊരു സ്ഥലം, അവിടെ നിന്ന് വരുന്ന ഒരു ലേഡി ഒളിവിലായിരുന്നു, പിന്നീട് വിളിച്ചപ്പോൾ വന്നു, ആവശ്യത്തിന് വേണ്ടി വന്നു എന്നൊക്കെ പറഞ്ഞ പോലത്തെ ഒരു സാധനമാണ് തിയേറ്ററിൽ ട്രെയിലറിൽ കാണിക്കുന്ന. എന്തായാലും കിട്ടില്ല സാധനം, തിയേറ്റർ എക്സ്പീരിയൻസ് ഉള്ളതായിരിക്കും. നല്ല കിട്ടില്ല മ്യൂസിക്, ജെക്സ് ബിജോയ് ആണ്, BGM ഒക്കെ അടിപൊളി സാധനം. എനിക്ക് കണ്ടപ്പോൾ തന്നെ അങ്ങ് ചാർജായി. എനിക്ക് ഈ സൂപ്പർ ഹീറോ ഫിലിംസ് മലയാളത്തിൽ ഒരുപാട് വരണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. കാരണം എൻ്റെ ഒരു ടൈപ്പ് ഓഫ് സാധനമാണത്. ഞാൻ ഭയങ്കര മാർവൽ ആൻഡ് DC, ഞാൻ DC ഫാനാണ്. ബട്ട് എങ്കിലും മാർവൽ ആൻഡ് DC ഒക്കെ ഒരുപാട് കോമിക്സും ആനിമയും കാണുന്ന ആളാണ്. അപ്പോൾ ഇത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഒരു സന്തോഷം. തിയേറ്ററിൽ പോയി കാണാൻ എന്തായാലും ഫസ്റ്റ് ടൈം ഞാൻ പോയി കാണും. നമ്മളെ മലയാളത്തിൽ ആക്ച്വലി ഇതുപോലത്തെ ഒരു യൂണിവേഴ്സ്, ഡിറ്റക്റ്റീവ് ഉജ്ജ്വലൻ വന്നായിരുന്നു. അതുപോലെ യൂണിവേഴ്സുകൾ വരണം എന്നാണ് എൻ്റെ ആഗ്രഹം. വേറെ യൂണിവേഴ്സ് എല്ലാം ക്രിയേറ്റ് ആയിട്ട് അധികം നമുക്ക് ഇങ്ങനെ സൂപ്പർ ഹീറോസ് ഒന്നും പറയില്ലല്ലോ. ആകെ ഉണ്ടായിരുന്നത് ഒരു മിന്നൽ മുരളിയാണ് നമ്മൾ ആഘോഷിച്ചത്. ഇപ്പതാ ലോക വന്നിട്ടുണ്ട്, ചന്ദ്ര ചാപ്റ്റർ 1. പിന്നെ നമ്മുടെ ലിജോ ജോസ് പല്ലിശ്ശേരിയുടെ അധികം ആരും പറയാത്ത അല്ലെങ്കിൽ പൊട്ടിപ്പോയ ഒരു സിനിമയാണ് ആക്ച്വലി ഈ മലയക്കോട്ടെ വാലിബൻ. അതിനകത്തൊരു കീട്ടിലും സൂപ്പർ ഹീറോ കഥാപാത്രമുണ്ട്. അതായത് മലയക്കോട്ടെ വാലിബൻ എന്ന് പറഞ്ഞ കഥാപാത്രം നല്ലൊരു സൂപ്പർ ഹീറോ ആണ്. ആ സിനിമ ആ രീതിക്ക് എടുത്തുകൊണ്ടാണ് അത് ഫ്ലോപ്പ് ആയി പോയത്. പക്ഷെ അതിന്റെ അവസാനം കാണിക്കുന്ന മോഹൻലാലിന്റെ അച്ഛനായിട്ട് വരുന്ന കഥാപാത്രം, ആ ഒരു കോമിക് കഥാപാത്രമൊക്കെ നല്ല പൊട്ടൻഷ്യൽ ഉള്ള കഥാപാത്രം എനിക്ക് അന്ന് തോന്നി. എനിക്ക് സത്യം പറഞ്ഞാൽ അതിന്റെ അവസാന ഭാഗങ്ങളൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ആ ക്യാരക്ടറിനെ പ്രസന്റ് ചെയ്തൊക്കെ അങ്ങനത്തെ സിനിമകൾ വരട്ടെ. അപ്പൊ ഈ ലോക ഇനി എന്താണെന്ന് അറിയില്ല. ഇതിനകത്തൊരു കൈ കാണിക്കുന്നുണ്ട്. എനിക്കൊന്നും അത് ആരാണെന്നുള്ളൊക്കെ ഒരു പലരും മമ്മൂട്ടി എന്ന് പറയുന്നുണ്ട്, ചിലർ പറയുന്നുണ്ട് ദുൽഖർ ആണെന്ന് പറയുന്നുണ്ട്. ആരാണെങ്കിലും ഇതിന്റെ ഒരു പുള്ളി ഒരു ടോപ്പ് ലെവലിലുള്ള ഏതെങ്കിലും ഒരു ആളായിരിക്കണം. അതായത് ഒരു വടിയൊക്കെ കയ്യിൽ ഇങ്ങനെ പിടിച്ചിട്ടുണ്ട്. എന്താണെന്ന് അറിയില്ല, ഒരു സസ്പെൻസ് ആണ് സംഭവം. ഇനിയിപ്പം ഓണത്തിന് എന്തായാലും റിലീസല്ലേ, പോയി കാണാൻ എല്ലാവർക്കും. ഓണം എന്തായാലും ഇത് കൊണ്ടുപോകും ഈ പടം. നല്ല സ്റ്റോറി ലൈനും കൂടി ആണെങ്കിൽ പടം കീടുക്കമായിരിക്കും. എങ്കിൽ നമുക്ക് നല്ലൊരു മാർവലോ അല്ലെങ്കിൽ DC ലെവൽ അല്ലെങ്കിൽ പോലും നമുക്ക് ആഘോഷിക്കാൻ പറ്റുന്ന മലയാളത്തിന്റെ അല്ലെങ്കിൽ ഇന്ത്യൻ സിനിമയിൽ തന്നെ ബ്രഹ്മാസ്ത്ര പോലത്തെ കുറെ സാധനങ്ങളൊക്കെ ഇവിടെ ഇറങ്ങി വെച്ചിട്ടുണ്ട്. എങ്കിലും എനിക്ക് പേഴ്സണലി അതൊക്കെ ആക്ച്വലി ഒക്കെ ഈ കുഴപ്പമില്ലെന്നുള്ളൊരു സാധനമാണ് എനിക്ക് ഫീൽ ചെയ്തത്. ടിപ്പിക്കൽ സാധനങ്ങൾ ആവലെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ഒരു വെറൈറ്റി കഥ. ഇപ്പൊ നമ്മൾ മാർവലിലും അല്ലെങ്കിൽ DCയിലും കാണുന്ന സാധനങ്ങളില്ല, അതൊന്നും നമ്മൾ അങ്ങനെ കാണാത്ത ടൈപ്പ് ഓഫ് സാധനങ്ങളാണ്. ഭയങ്കര കോസ്മിക് പവർഫുൾ ആയിട്ടുള്ള അല്ലെങ്കിൽ വേറെ സാധനങ്ങളാണ്, ആനിമ ആണെങ്കിൽ പോലും. ഇത് മറ്റേ നമ്മൾ എപ്പോഴും ചരിത്രം, പുരാണം, തേങ്ങാക്കൊല ഇതൊക്കെ പിടിച്ചാണ് ഇവിടെ സൂപ്പർ ഹീറോനെ വയ്ക്കുന്നത്. മിന്നൽ മുരളി ഒരു ഡിഫറെന്റ് അപ്രോച്ച് ആയിരുന്നു. അതുപോലെ എന്തെങ്കിലും ഡിഫറൻസ് ആണ് വരുന്നത് കൊള്ളായിരുന്നുണ്ട്. ഇതിനകത്ത് കുറച്ച് ഏൻഷ്യന്റ് ആയിട്ടുള്ള സാധനങ്ങളും സ്ക്രിപ്റ്റേഴ്സും അതിന്റെ എഴുത്തും വാക്കുകളൊക്കെ കാണിക്കുന്നുണ്ട്. ഞാൻ ഒന്നും പ്രതീക്ഷിക്കുന്നില്ല. അസ്ലനുണ്ട്, ചന്തു ഉണ്ട്. നമ്മുടെ സിനിമ കാണുമ്പോൾ കൂടുതൽ ആൾക്കാരെ ഇനി ഇൻട്രൊഡ്യൂസ് ചെയ്ത് വരുമായിരിക്കും. നോക്കാം, എല്ലാവരും പോയി കാണാൻ ട്രെയിലർ.